ഈറയിൽ ചെയ്യുന്ന കുറച്ച് പൂക്കുട്ടയും സ്റ്റാറും നമുക്ക് പോയി ഒന്ന് നേരെ വീഡിയോയിലേക്ക് കണ്ടാലോ? പൂക്കുട്ട എങ്ങനെ നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താ റൗണ്ട്, എന്താ പിൻഷിങ് എന്ന് നോക്കിയേ. അതേപോലെ റൗണ്ടിൽ വേണം പിൻഷിങ് ഒക്കെ എടുക്കാൻ, നെയ്തെടുക്കാൻ. അതേപോലെ ഈ ചെറിയ പൂക്കുട്ട അതും അതേപോലെ സെയിമിന് അളന്ന് കൊണ്ടുവരുന്ന ഒരു ചെറിയൊരു പൂക്കുട്ടയാണ്. അതിനെ നെയ്ത് അതേ രീതിയിലാക്കണം. ആ പൂക്കുട്ടയിലെയും പകുതി പിൻഷാക്കി വെച്ചിരിക്കുന്നതാണ്. അത് മൊത്തത്തോടെ തീർന്നിട്ടില്ല. അടുത്തത് ലൈറ്റ് ലാമ്പാണ്. ഈ ലൈറ്റ് ലാമ്പ് ഫുൾ നെയ്ത് കറക്റ്റായിട്ട് ഫിനിഷാക്കി വരുന്നതേ ഉള്ളൂ. കാരണം ആ നെയ്ത്ത് കാണുമ്പോൾ അറിയാം ഒരു ജെണ്ടയിലെ ഒരു രീതിയുണ്ട്, പക്ഷേ അത് ചെണ്ടയല്ല, അത് ലൈറ്റ് ലാമ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ പണി തീർന്നിട്ടില്ല. ഫുൾ പണി തീരുമ്പോൾ ഞാൻ നേരെ വീഡിയോയിലേക്ക് അതേപോലെ ഈ ചെറിയ പൂക്കുട്ട ഇതും മൊത്തത്തോടെ പണിയും തീർന്നിട്ടില്ല. പിന്നെ കുറച്ച് മാക്സിമം നമ്മൾ പണി തീർത്ത് വെച്ചിരിക്കുന്ന കുറേ പൂക്കുട്ടയുണ്ട്, അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അതേപോലെ ഈ ചെയ്ത് നെയ്തെടുക്കുന്നതൊക്കെ ഭയങ്കര എളുപ്പമൊന്നും ആരും വിചാരിക്കേണ്ട, ഭയങ്കര റിസ്ക്കുള്ള പണിയാണ്. അതേപോലെ കുറച്ച് നെയ്ത് വെച്ചിരിക്കുന്ന ഈ പൂക്കുട്ടകൾ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ആ പൂക്കുട്ടകൾ. ഇതൊക്കെ ഒന്നും എല്ലാം ഇനി ഡിസൈനൊക്കെ ആക്കി എടുക്കണം. ഇതിപ്പോൾ ചെയ്ത് വെച്ചിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. കുറേയൊക്കെ ഡിസൈനായി പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തെടുത്താലേ ഇത് കാണാനൊരു ഭംഗിയുള്ളൂ. പിന്നെ പല വെറൈറ്റിയിലുള്ള സാധനങ്ങൾ ഇവിടെ നെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. കാണാനൊക്കെ അതേപോലെ ഡിസൈൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ അവർ അതേപോലെ നെയ്ത് അതൊക്കെ ഡിസൈനാന്ന് പറഞ്ഞാൽ വരുന്നതേ ഉള്ളൂ. മാക്സിമം കുറച്ചൊക്കെ ചെയ്ത് തീർത്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പൂക്കുട്ടകൾ ഓരോ ചെറുതും വലുതുമായിട്ടുള്ള പൂക്കുട്ടകളാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാണാൻ തന്നെ ഒരു നല്ലൊരു ഇതേപോലെ കുട്ടകൾ നെയ്യുന്നത് ഈറ വെട്ടി കട്ട് ചെയ്താണ് കേട്ടോ നെയ്തെടുക്കുന്നത്. അതേപോലെ ഈറയിൽ സ്റ്റാർ ഉണ്ടാക്കുന്നതും, അതേപോലെ ഈറയിൽ ചെറിയ ബോട്ട്സൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഡിസൈൻ കളറൊക്കെ വെച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇതൊക്കെ ഈ ചേട്ടനും ചേച്ചിമാരൊക്കെ എല്ലാവരും ഒന്ന് നെയ്യുന്ന കണ്ടു. ഈ ലൈറ്റ് ലാമ്പാണ്. ഈ ലൈറ്റ് ലാമ്പ് ആ ഡിസൈനൊക്കെ ചെയ്ത് വരുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് ചെയ്ത് നെയ്ത് വയ്ക്കുന്നതേ ഉള്ളൂ ഇവരൊക്കെ. ഇതൊക്കെ ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് കാണിക്കുന്നതാണ്. അതേപോലെ പരമ്പ് നെയ്യുന്നത് കളർ പരമ്പാണ് കേട്ടോ നെയ്യുന്നത്. കളർ പരമ്പെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും റിസ്ക്കുള്ള പണിയാണ്. അവർ നോക്കി നിന്നാണ് ഇതൊക്കെ നെയ്യുന്നത്. ഈ സ്റ്റാറൊക്കെ ചെയ്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫിനിഷിങ്ങാണ്. അതേപോലെ ഈ പരമ്പ് നെയ്യുന്നത് രണ്ട് ചേച്ചിമാരുണ്ട്. ഇവിടെ നിന്ന് അവർ പരമ്പൊക്കെ നെയ്ത് വരുന്നതേ ഉള്ളൂ, തീർന്നില്ല അതിൻ്റെ പണിയൊന്നും. അങ്ങനെ പരമ്പൊക്കെ നെയ്ത് തീരാറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതേപോലെ ഇവിടെ ഒരു അമ്മച്ചി ഇരുന്ന് നെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റാർ നെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഈ സ്റ്റാർ ഫുള്ളും പൂർത്തിയായില്ല, അതൊക്കെ നെയ്ത് കറക്റ്റായിട്ട് വരുന്നതേ ഉള്ളൂ, ഫിനിഷിങ്ങായി വരുന്നതേ ഉള്ളൂ. അതേപോലെ ഈ പരമ്പ് ഇതും തീർന്നിട്ടില്ല. ഇതും ഈ പരമ്പുകളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവർ ഓരോരോ ഡിസൈനിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഓരോ വർക്കുകൾ ഡിസൈനിലൊക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെ ഫിനിഷിങ്ങൊക്കെ ആക്കി വരുന്നതേ ഉള്ളൂ. ഇത്ര പേരുണ്ട്. ഇത് കുട്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈറയിൽ കുട്ടയാണ് ഉണ്ടാക്കുന്നത്. അതും മൊത്തവും ഫിനിഷിങ്ങൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. നമ്മളൊരു പയ്യൻ ഇരുന്ന് അതവൻ കുട്ട പണിഞ്ഞ് തീർന്നു കേട്ടോ. ഇനി അതിൽ ഡിസൈനൊക്കെ ഉണ്ടായിരിക്കുകയും ആ ഡിസൈനൊക്കെ അതേപോലെ ഈ പൂക്കുട്ടകൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ മോഡലൊക്കെ. ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊരു ഭംഗിയല്ലേ കാണിക്കുന്നത്. ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കി, എന്താ ഫിനിഷിങ് എന്ന് നോക്കിയേ, എന്ത് രസമാണെന്ന് നോക്കിയേ. അവർ കട്ട് ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ ഫിനിഷിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം കൈ തൊട്ടാൽ മുറിയാത്ത കണക്കിനാണ് അവരതെല്ലാം ക്ലിയറാക്കി പണിഞ്ഞ്